പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കണം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയും: അത്യുന്നതങ്ങളിലെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇവിടെ സ്വർഗീയ ദൂതന്മാർ പറയുകയാണ്, അത്യുന്നതങ്ങളിലെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. എന്ത് ചെയ്യുകയാണ് ഇവിടെ? അത്യുന്നതങ്ങളായ ദൈവത്തിന് മഹത്വവും, ഭൂമിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഒരു വാഗ്ദത്തം എന്ന് നിവർത്തിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ ജനനമാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, മഹാജനത്തിനും ഹല്ലേലൂയ ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ആമീൻ. ഇവിടെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഹല്ലേലൂയ ദാവീദിനെ പറ്റി നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എന്താണ് സന്തോഷം? യേശു ക്രിസ്തുവിന്റെ ജനനമാണ് സന്തോഷം. യേശു ക്രിസ്തു ഹല്ലേലൂയ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്? ഹല്ലേലൂയ. യേശു ക്രിസ്തു ജനിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലായിരിക്കണം. പറയുന്നവരുടെ ഇവിടെ പറയുകയാണ്, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് എന്ത് ചെയ്യുക? സമാധാനം. ക്രിസ്തു ഹല്ലേലൂയ ജനിച്ചത് ജനത്തിന് ദൈവപ്രസാദമുണ്ടാകുവാനാണ്, അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുവാനാണ്. എന്നാൽ ദൈവം ജനിച്ചത് എന്ന് ഏത് ദിവസം എന്ന തിരുവചനത്തിൽ പറഞ്ഞു? എന്നാൽ ദൈവം ജനിച്ചു. ഹല്ലേലൂയ. നോക്കുക, ഹല്ലേലൂയ ദൈവം ജനിച്ചു. ഇവിടെ പറയുന്നു, യേശു ഭൂമിയിൽ ജനിച്ചു അല്ലേ? എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ജനിച്ചോ? പ്രിയരെ, ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാകണമെങ്കിൽ എവിടെയാ ജനിക്കേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിലാണ് യേശു ജനിക്കണം. ഇന്നും ഹല്ലേലൂയ യേശു കുഞ്ഞിനെ എന്ന് പറഞ്ഞ് ചെറിയ ഒരു പാവയെടുത്ത് ഇന്നും പുൽക്കൂട്ടിനകത്ത് വെച്ചിരിക്കുന്ന ആ യേശു അല്ല ഇന്നത്തെ യേശു. ഹല്ലേലൂയ. ഇന്നത്തെ യേശു ഹല്ലേലൂയ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നും ഈ ലോകത്തില് ഒരു ആചാരം പോലെ ക്രിസ്തുവിന്റെ ജനനമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ, തിരുവചനത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനം ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യേശു ജനിച്ചത് എന്തിനാ? നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് സമാധാനം നൽകാൻ, നിങ്ങൾക്ക് രക്ഷ നൽകാൻ വേണ്ടിയാണ് യേശു ഹല്ലേലൂയ ജനിച്ചത്. യേശു ലോകത്തിൽ മാത്രം ജനിച്ചാൽ എന്ത് ചെയ്തില്ല? നിനക്ക് സമാധാനം ലഭിക്കത്തില്ല. യേശു നിന്റെ ഹൃദയത്തിൽ ജനിച്ചാലേ എന്ത് ചെയ്തില്ല? നിനക്ക് സമാധാനം ലഭിക്കത്തുള്ളൂ. ഈ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മനുഷ്യ സമാധാനം നൽകുവാനാണ്, അവർക്ക് സ്വസ്ഥ നൽകുവാനാണ്. ഹല്ലേലൂയ. അവന് രക്ഷ നൽകുവാൻ വേണ്ടിയാണ്. ഒരു മഹാസന്തോഷമാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മെ ശിക്ഷയിൽ നിന്ന് ദൈവം രക്ഷയിലേക്ക് വീണ്ടെടുക്കുവാനാണ് കർത്താവ് ഇന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്. ശിക്ഷ എന്നത് പാപത്തിന്റെ ശമ്പളമാണ്. എന്നാൽ നിത്യജീവനെ നൽകി ഹല്ലേലൂയ ദൈവം നമ്മെ വീണ്ടെടുക്കുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ യേശു ജനിച്ചുവെന്ന് നിങ്ങൾ ആഘോഷിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ജനിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ അത് ചിന്തിക്കണം. നിങ്ങൾക്ക് സമാധാനമില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. കർത്താവ് പറയണം, ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനമുള്ളത്. ദൈവത്തിന്റെ പ്രസാദം കുഞ്ഞെ നിന്നിലുണ്ടെങ്കിൽ നിനക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറഞ്ഞ, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടുകൂടി എന്ത് ചെയ്യും? അത്താഴം കഴിക്കും. വാതിൽ എന്ന് പറയുന്ന പുറമേയുള്ള വാതിലല്ല കാണിക്കുന്നത്, നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ വന്ന് യേശു മുട്ടുകയാണ്. കുഞ്ഞെ, എനിക്ക് നിന്നോട് കൂടെ അത്താഴം കഴിക്കണം, എനിക്ക് നിന്നോട് വസിക്കുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ നീ നിന്റെ ഹൃദയമാകുന്ന വാതിൽ എനിക്ക് തുറന്നു തരുമോ? ഹല്ലേലൂയ. ഞാൻ അതിൽ വസിക്കേണ്ടതിന് നീ എന്നെ അനുവദിക്കുമോ? നിന്റെ ഹൃദയം നീ എനിക്കായി വേർതിരിച്ചു തരുമോ? അങ്ങനെ ജനിക്കുന്ന, അങ്ങനെ വേർതിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവ സമാധാനം, ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് സമാധാനമുള്ളത്. അല്ലെങ്കിൽ ക്രിസ്തു അകത്ത് വസിക്കുന്നവൻ എങ്ങനെ വസിക്കും? വീണ്ടും ജനാനുഭവത്തിൽ വസിക്കും. ഹല്ലേലൂയ. യേശു ഇപ്പോഴും കുഞ്ഞായിട്ടല്ല ഇരിക്കുന്നത് കേട്ടോ. യേശു ഹല്ലേലൂയ വലിയൊരു ദൈവമായി മാറി. അവൻ പൂർണ്ണതയുള്ളവനായി മാറി. ആ പൂർണ്ണതയുള്ള ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ? സമാധാനം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ക്രിസ്തുവിന്റെ ജനത്തിന് ഹല്ലേലൂയ ദൂതന്മാർ, സകല ലോകവും സകലവും എന്ത് ചെയ്യുക?
കർത്താവിന് മഹത്വം കരയേറ്റുകയാണ് എന്ത് ചെയ്യുക, ഒരു ദൈവ പദ്ധതി വെളിപ്പെട്ടതിന്. ഹല്ലേലൂയ. എന്നിട്ട് പറയും ഭൂമിയിൽ, എന്നിട്ട് കർത്താവ് ജനിച്ചു. ദൈവത്തിന്റെ പ്രസാദം ഒരുവന്റെ മേൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സമാധാനം ഒരുവന്റെ മേൽ വേണമെങ്കിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് മാത്രമേ സ്വസ്ഥതയിൽ സമാധാനം ലഭിക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, രക്ഷ ലഭിക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ സമാധാനം ലഭിക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ നീതി ലഭിക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ സമാധാനം ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഉന്നതങ്ങളെ കുറിച്ച് പറയുന്നു, ഭൂമിയെ കുറിച്ച് പറയുന്നു, മനുഷ്യരെ കുറിച്ച് പറയുന്നു, സമാധാനം. നാം എവിടെയായിരുന്നാലും നമുക്ക് സമാധാനം വേണമെങ്കിൽ, നമുക്ക് എന്ത് പണമുണ്ടെങ്കിലോ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞെ, സമാധാനമില്ലെങ്കിൽ നിനക്ക് ഒന്നുമില്ല. അല്ലെ, സമാധാനം നിനക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം നിന്നിൽ വേണം. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം, ഹൃദയത്തിൽ യേശു വസിക്കണം. പുറമേ വസിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ പള്ളിയിൽ പോയത് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടോ ഒന്നും എന്ത് കാര്യമില്ല. ഹല്ലേലൂയ. നിന്നിൽ ക്രിസ്തു വസിക്കാതെ, നിന്നിൽ ക്രിസ്തു ജനിക്കാതെ, ഹല്ലേലൂയ, നിന്നിൽ ഉരുവാകാതെ എന്തില്ല, നിനക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നോക്കുക, മഹാസന്തോഷമാണ് ഹല്ലേലൂയ നമ്മൾ അത് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ സർവ്വജനത്തിനും ഉണ്ടാകുവാൻ മഹാസന്തോഷം. ആ സന്തോഷം യേശുവാണ്. ആ സന്തോഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് ഞാൻ സുവിശേഷിക്കുകയാണ്. ആ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ, ആ സന്തോഷത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സമാധാനം ലഭിക്കാനിടയാകും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൂതന്മാർ പോലും ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കിയത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് എന്ത് ചെയ്യുക, വലിയ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ഇവിടെ പറയുന്നത് ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം. ഒരുവൻ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വായ് കൊണ്ട് എങ്ങനെ പ്രസാദം ലഭിക്കും? നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യും, നിങ്ങൾ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക, ദൈവപ്രസാദമുണ്ട്. അവൻ പുതിയ മനുഷ്യനായി തീരും. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ദൈവത്തിന്റെ സന്നദ്ധിയിൽ എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുവാനും. ദൈവത്തിന്റെ പ്രസാദം നിന്നിൽ വേണമോ? നിന്റെ കുടുംബത്തിൽ വേണമോ? നിന്റെ തലമുറകളുടെ വിഷയത്തിൽ നിങ്ങൾ വേണമോ? കുഞ്ഞെ, നീ ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയത്തെ വേർതിരിച്ചു കൊടുക്കാനിടയാകണം. അതുകൊണ്ടാണ് അത്യുന്നതങ്ങളും ദൈവത്തിന്റെ മഹത്വം. ഉയർന്നവനായിരിക്കുന്ന ദൈവത്തിന്, ഉന്നതനായ ദൈവത്തിന്റെ മഹത്വമാണ് എന്നാൽ ആ മഹത്വം ദൈവത്തിന്റെ നമ്മളിലേക്ക് വസിക്കണമെങ്കിൽ, ആ ദൈവിക പ്രസ നമ്മുടെ ജീവിതം ഉണ്ടാകണമെങ്കിൽ, ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതം ഉണ്ടാകണമെങ്കിൽ, ദൈവ സ്നേഹം നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിലൂടെ ചേർന്ന് നടക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഭൂമിയിൽ സമാധാനം. ഭൂമിയിലും എന്നത് അത്യുന്നതങ്ങളിലും എന്നത് വ്യത്യസ്തമാണ്. ഭൂമി എന്ത് ചെയ്യുക, ഉന്നതമായിരിക്കുന്ന ഹല്ലേലൂയ ആ മേഖലയും ഭൂമിയും തന്നും രണ്ട് ദിശകളാണ്. എന്നാൽ പറയുകയാണ് സമാധാനം, ഹല്ലേലൂയ, ഐക്യതയും ശാന്തതയും ക്ഷേമത്തെയും കാണിക്കുന്നത്. നമ്മുടെ അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. മനുഷ്യരുടെ നല്ല മനസ്സ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. യേശുവിന്റെ ജനം ദൈവത്തിന്റെ മഹത്വമാണ്. എന്നാൽ ഭൂമിയിൽ സമാധാനം മനുഷ്യ രാശിക്കുള്ള സന്മനസ്സും എന്ത് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. കർത്താവിന് എല്ലാ സൃഷ്ടികളുടെ മേലും എന്ത് ചെയ്യുക, അധികാരമുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ട്. എന്നാൽ യേശുവിന്റെ ജനനം ദൈവത്തിന് മഹത്വം കൈവരുന്ന ഒരു ദൈവിക സംഭവമാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്കായിട്ടാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം എല്ലാം എന്ത് ചെയ്യുക, നമുക്ക് സമാധാനം നൽകുന്നതാണ്. യേശുവിന്റെ ഹല്ലേലൂയ ജനനത്തിൽ നമുക്ക് ഉണ്ടാകുന്ന മഹത്വം, ദൈവം ജീവിച്ചപ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളെല്ലാം നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം, നമ്മൾ ക്രിസ്തുവിൽ ജനിക്കണം. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ ജനിച്ചു, അതുകൊണ്ട് എനിക്ക് നന്മ പറയേണ്ടതാ. ക്രിസ്തു എന്നിൽ ജനിച്ചാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്തുള്ളൂ, ഉയർപ്പുണ്ടാകും. ക്രിസ്തു നിങ്ങളിൽ ജനിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് ഉയർപ്പുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങളിലാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത്. നിങ്ങൾക്ക് പ്രസാദം ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ സമാധാനം ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം നൽകുന്ന സമാധാനം, ദൈവം നൽകുന്ന അനുരഞ്ജനം എല്ലാം നിങ്ങൾക്ക് വേണമേ എന്ത് ചെയ്യണം,
നിങ്ങളിൽ ഹല്ലേലൂയ ഒരു മാനസാന്തരമുണ്ട്, മനസ്സിനൊരു മാറ്റമുണ്ടാകണം. ഇവിടെ പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ആമേ, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അല്ലെങ്കിൽ ഈ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുകയും ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം സ്വസ്ഥതയും ദൈവം നൽകുന്നത്. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ആമേ.